السلام عليكم ورحمة الله تعالى وبركاته. مشاهدينا الكرام الأعزاء الشرفاء الكرماء، مرحبا بكم إلى قناتنا لتعليم اللغة العربية، خاصة الناس يتكلمون في الدول الخليج. مرحبا بكم جميعا. അപ്പോൾ CH അറബിക് വേൾഡിൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഈ ചാനൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗൾഫിലെ സംസാര ഭാഷയായ അറബിക്കാണ്. അറബിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തവർക്ക് വരെ പങ്കെടുക്കാം, താല്പര്യമുള്ള ആർക്കും. അപ്പോൾ നമ്മളിന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. സ്പോക്കൺ അറബിക്കുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട്, കാണുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സംഭാഷണം തന്നെയാണ്. നമ്മൾ സംഭാഷണത്തിലൂടെയാണ് കൂടുതലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം സംഭാഷണത്തിലൂടെ പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് സംഭാഷണം ഉൾപ്പെടുത്തുന്നത്, കേട്ടോ. അപ്പോൾ ഇന്നൊരു സംഭാഷണ ശൈലി തന്നെയാണ്. രണ്ടാളുകൾ വഴിയിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. അപ്പോൾ അങ്ങനെ ഈ ആളുകൾ തമ്മിലുള്ള സംഭാഷണം. ഇതെന്താണ്? ഒരാളെ കണ്ടുമുട്ടുന്നു, സലാം പറയുന്നു, സലാം മടക്കുന്നു. ഓക്കെ, എന്താണ്? ഒരാളുടെ പേര് ജാബിർ, മറ്റൊരാളുടെ പേര് മഷ്അൽ. ജാബിർ മഷ്അലും തമ്മിലുള്ള സംഭാഷണം, കേട്ടോ. ജാബിർ, ഒരാളുടെ പേര് ജാബിർ. മറ്റൊരാളുടെ പേര് മഷ്അൽ. മനസ്സിലായില്ലേ? ഒരാൾ ജാബിർ, ഒരാൾ മഷ്അൽ. അപ്പോൾ ജാബിർ ചോദിക്കുകയാണ് ആരോട്? മഷ്അലിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? സമയം എത്രയായി എന്നാണ് ചോദിക്കുന്നത്. മഷ്അലിൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ജാബിറിൻ്റെ കയ്യിൽ വാച്ചില്ല. അപ്പോൾ മഷ്അലിനോട് ചോദിക്കുന്നു സമയം എത്രയായി. എങ്ങനെയായിരിക്കും അറബിയിൽ സമയം എത്രയായി എന്ന് ചോദിക്കുക? കം അസ്സാഅ എന്നാണ് ചോദിക്കുക. എങ്ങനെ ചോദിക്കുക? കം സാഅ. കം സാഅ എങ്ങനെ ചോദിക്കുക? കം സാഅ. കം സാഅ. കം സാഅ എന്നാ ചോദിക്കുക. സമയം എത്രയായി. സാഅ എന്ന വാക്കിന് സമയം എന്നർത്ഥമുണ്ട്, വാച്ച് എന്ന അർത്ഥമുണ്ട്. രണ്ടും ആ വാക്കിനുണ്ട്. പക്ഷെ ഇവിടെ സാന്ദർഭികമായിട്ട് അർത്ഥം സമയം എന്നാണ്. കം സാഅ, സമയം എത്രയായി. അപ്പം മഷ്അൽ പറയുന്നു സമയം 5 മണിയായി. എങ്ങനെ 5 മണിയായി എന്ന് പറഞ്ഞാൽ? അസ്സാഅ ഖംസ. അവിടെയും അർത്ഥമുണ്ട്. അവിടെ സായക്ക് അവിടെ മണി എന്ന അർത്ഥം, ഹവർ. അസ്സാഅ ഖംസ. അസ്സാഅ ഖംസ. അസ്സാഅ ഖംസ. അവിടെ പിന്നെ സായക്ക് എന്താ അർത്ഥം? മണി, മണിക്കൂർ. മനസ്സിലായില്ലേ? അസ്സാഅ ഖംസ. അവൻ വാച്ച് നോക്കിയിട്ട് പറയുന്നു സാഅ ഖംസ. ഈ അസ്സാഅ എന്ന് വേണമെന്നില്ല, സാഅ എന്ന് പറഞ്ഞാലും മതി, കേട്ടോ. അസ്സാഅ എന്ന് വേണം നിർബന്ധമൊന്നുമില്ല. സാഅ ഖംസ എന്നാണ് മതി. ഓക്കെ, സാഅ ഖംസ. വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു സാഅ ഖംസ. ഓക്കെ, ഇനി എന്താണ്? അത് പിന്നെ ചോദിച്ചതിന് ശേഷം ജാബിർ വീണ്ടും ചോദിക്കുന്നു, മാഷാ അല്ലാഹ്, എൻ്റെ പിന്നെ വാച്ച് നല്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എന്ന് ചോദിക്കുന്നു. പറയുന്നു അത്ഭുതത്തോടെ, മാഷാ അല്ലാഹ് സാ മുംതാസ്. ഇങ്ങനെ പറയാം, മാഷാ അല്ലാഹ് സാ ജമീൽ, നിന്റെ വാച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്നു. ആര്? ജാബിർ. ആരോട്? മഷ്അലിനോട്. നിന്റെ വാച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എങ്ങനെ പറയാ? മാഷാ അല്ലാഹ് സഅതക് ജമീൽ. ആരാ പറയുന്നത്? ജാബിർ. ജാബിർ പറയുന്നു മഷ്അലിനോട്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് സഅതക്, സഅതക് ജമീൽ. മാഷാ അല്ലാഹ് സഅതക് ജമീൽ, നിന്റെ വാച്ച്
നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ പിന്നെ മഷ്അൽ പറയുന്നു നന്ദി എന്ന് പറയുന്നു. ശരി, നന്ദി എന്ന് പറയുന്നു. നീ എങ്ങനെ എന്നെ അഭിനന്ദിച്ചത്? നന്ദി എന്ന് പറയുന്നു. എങ്ങനെ പറയാ? ത്വയ്യിബ് ശുക്രൻ. ആരാ പറയുന്നത്? മഷ്അൽ പറയാണ്. മഷ്അൽ പറയുന്നു ത്വയ്യിബ് ത്വയ്യിബ് ശുക്രൻ. എന്താ പറയുന്നത് മഷ്അൽ? ത്വയ്യിബ് ശുക്രൻ. മനസ്സിലായില്ലേ? ത്വയ്യിബ് ശുക്രൻ എന്ന് പറയുന്നു. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. മനസ്സിലായോ? അർത്ഥം എഴുതാൻ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വായിച്ചു നോക്കാം. ഓക്കെ, പേനെടുക്കാം. ഇതാ ജാബിറാണ് പറയുന്നത് കേട്ടോ. കം സാ, സമയം എത്രയായി? എത്ര പറയണത്? സമയം എത്രയായി. ജാബിർ ചോദിക്കുന്നു ആരോട്? പിന്നെ മഷ്അലിനോട് ചോദിക്കുന്നു കം സാ, സമയം എത്രയായി. മനസ്സിലായോ? എന്താ ചോദിക്കുന്നത്? കം സാ. ജാബിർ ചോദിക്കുന്നു മഷ്അലിനോട് കം സാ, സമയം എത്രയായി. അപ്പൊ മഷ്അൽ പറയുന്നു അസ്സാ ഖംസ, സമയം 5 മണിയായി. ഖംസ 5. ജാബിർ വീണ്ടും ചോദിക്കുന്നു മാഷാ അല്ലാ സാഅത്തക് ജമീൽ, നിന്റെ വാച്ച് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്നു. ആര്? ജാബിർ. അപ്പം മഷ്അൽ പറയുന്നു ത്വയ്യിബ് ശുക്രൻ, നന്ദി, ശരി നന്ദി എന്ന് പറയുന്നു. അപ്പം ഇതാണ് ഈ ക്ലാസ്സിൽ ഉള്ളത്. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. ജാബിർ കം സാഅ, മഷ്അൽ അസ്സാഅ ഖംസ. ജാബിർ മാഷാ അല്ലാ സാഅത്തക് ജമീൽ. മഷ്അൽ ത്വയ്യിബ് ശുക്രൻ. അർത്ഥം വേണമെങ്കിൽ ഒന്നും പറഞ്ഞുതരാം. കം സാഅ, ഇത് പിന്നെ പേര്, ആളുകളെ പേര് മനസ്സിലായില്ലേ? കം സാഅ, സമയം എത്രയായി. അസ്സാഅ ഖംസ, സമയം 5 മണി. മാഷാ അല്ലാ സാഅത്തക് ജമീൽ, നിന്റെ വാച്ച് നല്ല ഭംഗിയുണ്ടല്ലോ. ത്വയ്യിബ് ശുക്രൻ, ശരി നന്ദി. മനസ്സിലായേ? ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വെക്കുന്നത്. അപ്പോൾ പിന്നെ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.